ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മുടെ കൊച്ചി ഷോറൂമിൻ്റെ ഇനാഗ്രേഷൻ വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. അതിലുപരി ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു എപ്പിസോഡും കൂടിയാണ് ഈ ഒരു എപ്പിസോഡ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ കാണണം. അർഹതപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ഇനാഗ്രേഷൻ വീഡിയോസ് കഴിഞ്ഞിട്ടില്ല, വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ലഫിയെ, നമ്മളെ മീഡിയ ടീമും സൽമാനൊക്കെ സംഭവം ഫുള്ള് റഷാണ്, ലോഡ് കൂടിയിരിക്കുകയാണ്. ഓരോ പാർട്ടായിട്ട് വരും അല്ലേ. ഏകദേശം 1-2 മണിക്കൂറിലെ ഇനാഗ്രേഷൻ്റെ മൊത്തം വീഡിയോസ് വരാണ്ട്. ഒരുപാട് നമ്മളെ സ്റ്റേജ് പ്രോഗ്രാമുകളും നമ്മളെ ഗസ്റ്റുകളെ വീഡിയോസും ഒക്കെ വരാണ്ട്, എത്തിച്ചിട്ട് എത്തുന്നില്ല അല്ലേ. ഇതിൻ്റെ ഇടയിൽ റീലും കാര്യങ്ങളും ഡെലിവറിയും വണ്ടികളുടെ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് വൈകുന്നത്. എന്തായാലും ഈ മാസത്തിലൊക്കെ ഇനാഗ്രേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കൊച്ചി ഷോറൂമിലെ കളക്ഷൻസ് ഒന്ന് ഓടിച്ച് കാണാം. കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊരു വണ്ടിപ്രാന്തനും വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മുതലും ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു വണ്ടി വാങ്ങാൻ, ഒരു പ്രീമിയം കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നേരെ വന്നാൽ മതി. ഇവിടെ കയറുക, ഒന്നല്ലെങ്കിൽ ഒന്ന് എല്ലാവിധ കാറ്റഗറിയിലെ വണ്ടികളുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് പറയാനുണ്ട്, കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞത്. നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ, ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുമെന്ന് ഞാൻ ആ സ്റ്റേജിലും പറഞ്ഞിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്നോണം നമ്മളൊരു 10-20 പേരെ നമ്മുടെ ടീമിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ പോവാണ് അല്ലേ. നമ്മുടെ ടീം ഒന്ന് വിപുലീകരിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ജോബ് വേക്കൻസികളുണ്ട്. അതെന്തെല്ലാം ഏതെല്ലാം എന്നൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിന് മുന്നേ ഒരാളെ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം അല്ലേ. നമ്മുടെ സഫാരി ടീമിലോട്ട് ഒരു പുതിയൊരു ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. അദ്ദേഹത്തെ നമുക്ക് വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാം. ചേട്ടൻ പേര്, വെൽക്കം ടു സഫാരി കാർസ്. നമ്മൾ ഔദ്യോഗികമായിട്ട് വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാണ്. ഇത് മത്തായി ചേട്ടൻ അല്ലേ. ഞങ്ങൾ ഏട്ടൻ, ചേട്ടൻ, ചിലപ്പോൾ സാറ് എല്ലാം വിളിക്കാം. ഒരു കുടുംബമായിട്ട് എല്ലാത്തിനും യോഗ്യത ഉള്ള ഒരാളാണ്. എനിക്ക് 5 ബ്രദേഴ്സിനെ കൂടെ കിട്ടി. എനിക്ക് വന്നിട്ട് കാര്യം, ഞാൻ 30 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ വേറെ ഒരു സ്ഥലത്തും കിട്ടാതെ ഒരു സഹോദര സ്നേഹവും ആ ഒരു ആദരവും കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ ടീം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചധികം വേക്കൻസീസ് നമുക്കധികം നമ്മുടെ ഓർഗനൈസേഷനിലുണ്ട്. അതില് സഫാരി കാർസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതിലേക്ക് ഒരു ടീമായിട്ട്, ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. വളരെ കാഷ്വൽ ആയിട്ടാണ്, അത് ഫോർമൽ അല്ല. ഇന്റർവ്യൂവിന് ഞങ്ങൾ ആളുകളെ ക്ഷണിക്കുന്നു. ഞങ്ങൾ സോർട്ട് ചെയ്തിട്ട് അതിൽ താല്പര്യമുള്ളവരും ഞങ്ങൾക്ക് ഉതകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഒരുപാട് സന്തോഷം കിട്ടും അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരാള് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുമ്പോൾ അത് സഫാരി കാർസിന് എന്നൊരു മുതൽക്കൂട്ടായിരിക്കും. നമ്മളെ മുന്നോട്ടുള്ള യാത്രകളൊന്ന് സുഗമമായിരിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടീമിലോട്ട് ഏതൊക്കെ വേക്കൻസികളാണ് ഓപ്പൺ ആയിട്ടുള്ളതെന്നും അതേപോലെ ഇൻ്റർവ്യൂ നടത്തുന്നതും ആളുകളെ സെലക്ട് ചെയ്യുന്നതും ഒക്കെ ചേട്ടനാണ്. ഇത് ഞാൻ പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചേട്ടാ, ഞാൻ കരുവാരുകുണ്ട് ഷോറൂമിൽ ഒരു ഇൻ്റർവ്യൂ വെച്ചു. ഞാൻ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂ വെച്ചു. അന്ന് എനിക്ക് ഇതേപോലെ 20 പേരെയാണ് ആവശ്യം. അന്ന് ഇൻ്റർവ്യൂവിന് വന്നത് 170 പേരാണ് കരുവാരുകുണ്ട് യാർഡിൽ വന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ കണ്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, സങ്കടമായി സത്യത്തിൽ. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ കൂടെ എനിക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വന്നു. അങ്ങനെ ഞാൻ അന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന്, ഇൻ്റർവ്യൂവിന് വന്ന ആളുകൾ കാണുന്നുണ്ടാവുമല്ലോ, ഒരുമിച്ചിരുത്തി പറഞ്ഞു, ഈ വന്ന ആളുകളുടെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, നെയ്ബേഴ്സ് ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്, സുഹൃത്തുക്കളുടെ ഭാര്യമാരുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് എന്തായാലും എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതൊരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് ഇവിടെയും യോജിച്ച് പോകണം, നമുക്ക് അവരെയും യോജിപ്പിച്ച് പോകാൻ പറ്റുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനന്ന് 30 പേരെടുത്ത്. 20 പേരെ ആവശ്യമുള്ളൂ. കാരണം എനിക്ക് നോ പറയാൻ കഴിയാത്തതുകൊണ്ടും എനിക്ക് അങ്ങനെ തോന്നി, ഒരു 30 പേരെടുത്തു. അന്ന് ഞങ്ങൾ ആ ഇൻ്റർവ്യൂ ടൈമിൽ മാക്സിമം ട്രീറ്റ് ചെയ്തു അല്ലേ. എല്ലാവർക്കും ഫുഡും ജ്യൂസും സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത്, ഇതിൻ്റെ ടെൻഷൻ കാരണം. അപ്പോൾ ഇപ്പോഴും ഒരു ഇൻ്റർവ്യൂ വെക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അന്ന് 2-3 ആൾക്കാർ എൻ്റെ ശത്രുക്കളായി. കാരണം ഒരാൾ വിളിച്ചിട്ട് ഇന്നയാൾക്ക് ജോലി കൊടുക്കണം പറഞ്ഞ്, പക്ഷെ അദ്ദേഹം നമ്മൾ മാച്ചാവാത്ത ആളാണ്. നമ്മളെ ഫാമിലി മെമ്പർ പോലും ഇന്നേറ്റ് സങ്കടമായി. കാരണം നമുക്കത് പറ്റാത്ത, നമുക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റിയൊരു വേക്കൻസി നമ്മളെ സ്ഥാപനത്തിൽ ഇല്ലാതെ വന്നു. എങ്കിലും ഞാൻ മാക്സിമം ആളുകളെ അക്കോമഡേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ വെക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. പക്ഷേ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നതോ CV നോക്കുന്നതോ എല്ലാ കാര്യങ്ങളും ഇവരെ
ടീമാണ് അല്ലേ? അതെ. പിന്നെ മത്തേ ചേട്ടനാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മളെ വേക്കൻസീസ് പറയുന്നതിന് മുന്നേ നമുക്കൊന്ന് അകത്തോട്ട് നിൽക്കാം. നമ്മളെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട അല്ലേ? ഫസ്റ്റ് ഞാൻ എപ്പോഴും ഇവരോട് പറയും, കസ്റ്റമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഓഫ് ദ ബിസിനസ് അല്ലേ? കസ്റ്റമർ കിങ് ആണ്, നമ്മളുള്ളൂ. അതെ, അപ്പൊ നമുക്ക് സ്ഥാപനമുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മളെ ഷോറൂമിലെ കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഫി അസിമോനൊക്കെ ഞങ്ങൾ ഫ്രീ ആക്കി. ഇപ്പൊ ഞാനും ചേട്ടനും ഒറ്റക്കായി. അപ്പൊ നമ്മൾ ജോബ് വേക്കൻസി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് എന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വേക്കൻസി നിങ്ങൾ അറിയിക്കുമ്പോഴേ നമുക്ക് കുറച്ച് എത്തിക്സും കുറച്ച് കോർ വാല്യൂകളൊക്കെ ഉണ്ട് അല്ലേ? ചിലപ്പോൾ എല്ലാ സംരംഭത്തിലും ഒന്നും എല്ലാവരും കണ്ടുവെന്നൊന്നും വരില്ല. നമുക്ക് നമ്മളതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഞാനും മത്തായി ചേട്ടനെ ഇരുന്ന് ഡിസ്കസ് ചെയ്തത് അത്തരം കാര്യങ്ങളാണ് 2 ദിവസമായിട്ട് അല്ലേ? ഞാൻ ഇന്റർവ്യൂവിന് വന്ന ദിവസം മുതൽ ഏതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വാല്യൂ ആൻഡ് ട്രസ്റ്റ്, അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. എനിക്കുള്ളൊരു പേടി എന്താണോ, ആളുകൾ തെറ്റിദ്ധരിക്കും. ഷോറൂം ഒന്ന് വലുതായി, പ്രൊഫഷണലിസം കൂടി, ഇവിടെ വില കൂടുമോ അല്ലെങ്കിൽ നമ്മളെ രീതി മാറുമോ? ഒരിക്കലും മാറൂല. ആ ഒരു പേടിയൊന്നും വേണ്ട. നമ്മളെ സിസ്റ്റം പ്രൊഫഷണൽ ആക്കുന്നതോടുകൂടി കസ്റ്റമേഴ്സിനെ നമുക്ക് ഒന്നും കൂടെ ഹാപ്പി ആക്കാൻ സാധിക്കും. നമുക്കൊന്ന് എഫേർട്ട് കമ്മിയാക്കാൻ, റിസ്ക് കമ്മിയാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വില കൂട്ടാനോ അല്ലെങ്കിൽ നമ്മൾ കുറെ ബിസിനസ് ചെയ്യാനോ കുറെ കച്ചവടം ചെയ്യാനോ വേണ്ടിയിട്ടല്ല. അത് ഓർമ്മപ്പെടുത്തിയിട്ട് തന്നെ പറയണം. ഇദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനൊരു സഹായത്തിന് ഒരാള്, അത്രേ ഉള്ളൂ. പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഏത് സമയത്തും ഏത് ആൾക്കും നല്ല സർവീസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങള് ആളുകളെ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പരസ്യം കൊടുക്കുന്നുണ്ട്. പരസ്യത്തിന്റെ ഒഴിവുകൾ ഏതൊക്കെ തസ്തികകളിലാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ. മെയിൻലി ഒരു സെയിൽസ് ഹെഡ് അല്ലെങ്കിൽ സെയിൽസ് മാനേജർ, സെയിൽസ് ഹെഡ് എന്നുള്ള ഒരു തസ്തികയിലും, പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, പിന്നെ അതുപോലെ തന്നെ ഒരു റിസപ്ഷനിസ്റ്റ്, നമുക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ എൻക്വയറി ചെയ്യാനുള്ള റിസപ്ഷനിസ്റ്റ്, പിന്നെ ഒരു ഗ്രീറ്റർ കം റിസപ്ഷനിസ്റ്റ് ഏതെങ്കിലും ഒരു ഇതില്, പിന്നെ അക്കൗണ്ട്സിൽ ഒരു അസിസ്റ്റന്റ്, പിന്നെ എച്ച് ആർ പരിചയമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു എച്ച്ആറും എച്ച്ആറിന്റെ എക്സിക്യൂട്ടീവ്സും. തീർച്ചയായിട്ടും. പിന്നെ വണ്ടികളെല്ലാം ഗ്രൂമിങ് ചെയ്ത് നല്ല വൃത്തിയാക്കി കീപ്പ് ചെയ്യാനുള്ള ഒരു ഗ്രൂമർ. അത് ഡീറ്റെയിലിംഗ് സെന്ററിലൊക്കെ വർക്ക് ചെയ്ത ആളുകളാണെങ്കിൽ ബെറ്റർ ആയി, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നോക്കുന്നുണ്ട്. പിന്നെ മീഡിയ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്ന ആളുകൾക്കുണ്ട്. അതായത് നമ്മളെ യൂട്യൂബ് വീഡിയോസ്, റീലുകൾ ഒക്കെ എടുക്കാൻ അറിയണം. സൽമാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജിംബൽ ഉപയോഗിക്കണം. ജിംബലും ഗിംബൽ അല്ലേ ഒക്കെ പറയില്ലേ, എന്തോ അല്ലെ ജിംബൽ, അവർക്ക് അറിയാതെ മീഡിയ ടീമിന് അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാവും. നമുക്ക് അതിലോട്ടൊക്കെ ഒരാളല്ല കേട്ടോ ആവശ്യം, 3 or 4 പേരൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ AI വീഡിയോസ് ചെയ്യാൻ ഇനി വരുന്നത് AI-യുടെ കാലമാണല്ലോ. അതുകൊണ്ട് AI-യുമായിട്ട് പരിചയമുള്ള കുട്ടികള്, കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് അതിനകത്ത് നല്ലൊരു മീഡിയ ടീമിനെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഞങ്ങൾ എപ്പോഴും ക്ലീൻലിനെസ്സിന് ഇത് കൊടുക്കുന്നതുകൊണ്ട് ക്ലീനേഴ്സിന് ആവശ്യമുണ്ട്. പിന്നെ ഒരു ടീ കോഫി സെർവ് ചെയ്ത് കോഫി മേക്കർ, നല്ല ക്യാപ്പിച്ചിനൊക്കെ വരക്കാൻ പറ്റിയ ഒരു കഫേനെ നമ്മളെ ഷോറൂമിൽ അറേഞ്ച് ചെയ്ത് അതിലൊന്നും ഒരു കോംപ്രമൈസ് ചെയ്തില്ല. സാധാരണ ഒരു ഷോറൂമിലും കാണാത്ത കഫേ കോഫി ഡേയുടെ മെഷീൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മള്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു കുറവും പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ, അത് ഇവിടെ കരുവാരുകൊണ്ടും ഇങ്ങനെ, അത് നമ്മൾ 2 ഷോറൂം ആയത്. നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ഥാപനം കരുവാരുകൊണ്ടാണ്. അവിടെ ഇതേ സിസ്റ്റം നമ്മുടെ മാതൃസ്ഥാപനം. ഇപ്പൊ ഇവിടെ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞത്, ഇതൊരു വ്ളോഗ് ആണല്ലോ, ശരിക്കൊരു ഹയറിംഗ് പോസ്റ്റൊക്കെ നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്താ വെച്ചാൽ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളൊരു ഇന്റർവ്യൂവിന് വരുമ്പോൾ നാളെ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? അപ്പൊ ഞാൻ ഇപ്പോൾ 4 ദിവസമായിട്ട് ഞാനും ബ്രദറും ഒക്കെ ഫ്ലോറിലാണ്. വെൽക്കം ചെയ്യുന്നത് നമ്മളാണ്, കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ല, പക്ഷെ ചില ടൈമിൽ 4-5 കസ്റ്റമറൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് എല്ലാവരെയും ഈക്വലി സാറ്റിസ്ഫൈ പറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടീം മെമ്പേഴ്സിനെ കൂട്ടുന്നതും വിപുലീകരിക്കുന്നതും അല്ലേ? പിന്നെ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും ഉണ്ട്, അതിലോട്ടൊക്കെ സഞ്ചരിക്കണ്ടേ അല്ലേ ചേട്ടാ? അപ്പൊ നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ടേ നമ്മുടെ കൊച്ചി ഷോറൂമിൽ ഈ വരുന്ന ശനിയാഴ്ച ഡേറ്റ് സമയം ഇവിടെ കൊടുക്കുന്നുണ്ട്. രാവിലെ മോർണിംഗിൽ 10 മണിക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും, ഈവനിങ്ങിൽ 4 മണി വരെക്ക് 4 വരെ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അമ്പാട്ടുകാവിന്റെ കമ്പനിപ്പടിന്റെ സെൻട്രലായിട്ട് ഫില്ലർ നമ്പർ 127 അവിടെയാണ് സഫാരി കാർസിന്റെ ഷോറൂം വരുന്നത്. അപ്പൊ നിങ്ങൾ നേരിട്ട് വരിക, നമുക്ക് നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിട്ട് നോക്കാം. ഇനി അഥവാ ആർക്കെങ്കിലും എത്താൻ പറ്റിയില്ലെങ്കിൽ
അവരെ CV അയച്ചോളൂ. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ 127 ഓർത്തിരുന്നാൽ മതി. അത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ സഫാരിക്കാർ മിസ് ചെയ്യില്ല. അതെ, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യാണ് സഫാരി കാർസിലോട്ട്, നമ്മളെ ഫാമിലി മെമ്പർ ആയിട്ട്. അതെ, അത് ഇവിടെ ജോലി ചെയ്യുന്നവരെല്ലാവരും എനിക്ക് കിട്ടിയ ഫീലിംഗ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫാമിലി മെമ്പർ ആയിട്ട് തന്നെ നമ്മൾ കരുതും. അപ്പം നമ്മൾക്ക് പറയാനുള്ള കാര്യം ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ട്രസ്റ്റും ലോയൽറ്റിയും അത് നമുക്ക് വേണം. ഒരു ഇമ്പോർട്ടന്റ് വേറൊരു കാര്യം നമ്മൾ പറയാൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമുണ്ട്, അത് സാറ് തന്നെ പറയുന്നത്. അതെന്താ വെച്ചാലേ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ CV അയക്കണ്ട. നമ്മൾ തമ്മിൽ എന്തിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് മദ്യപാനം അല്ലെങ്കിൽ പല പേരിലും പല സാധനം ഉണ്ട് അല്ലേ, നമുക്ക് അതൊന്നും നമ്മളെ എത്തിക്സിന് എതിരാണ്. ചിലപ്പോ അത് നമ്മൾ പരിചയപ്പെട്ടിട്ടേക്കാരം പിന്നെ നമ്മൾ അത് അറിയാം, പിന്നീട് ഒരു ബുദ്ധിമുട്ട് വേണ്ട. അപ്പൊ തീർച്ചയായിട്ടും അത്ര ആളുകളൊക്കെ ഒന്ന് മാറി നിന്നിട്ട് നമുക്ക് നമ്മുടെ ടീമിലോട്ട് വരുമ്പോൾ നമ്മളൊരു കൂടപ്പറപ്പുമാരി നമ്മൾ കൂട്ടം പിടിച്ച് അവരെയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് അല്ലേ, അവർക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച് ഒരുപാട് ചെറിയ രീതിയിൽ വന്നവർ ഇവിടെ കീ പോസ്റ്റ് ഉള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പറയാലേ ഏത് ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. ഇവിടെ തൂത്തുപടയ്ക്കാൻ വന്ന ആളുകളും ഉയർന്ന തസ്തികകളിലെ ജോലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ഉയർച്ചയും നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവും ഉറപ്പ് വെറുതെ പറയാലോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും ഇനി നമ്മളെ ജോബ് വേക്കൻസിന്റെ സംസാരം കഴിഞ്ഞ് ഇനി നമ്മളെ സ്റ്റോക്കുകളും ഷോറൂമും ഒന്ന് പെട്ടെന്ന് കാണിക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒത്തിരി വണ്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളൊരു പ്രീമിയം വാഹനം ഉദ്ദേശിച്ച് വരുന്ന ഒരാളുകൾക്ക് വൻ കളക്ഷനാണ്. അതെ, കളക്ഷൻ കാണാൻ തന്നെ ഉണ്ട്. അതെ. അപ്പൊ നമ്മളെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തതുകൊണ്ട് എന്നോട് ദേഷ്യപ്പെടരുത്. ഇപ്പൊ ഈ വീഡിയോയിൽ ഇതേ കഴിയുള്ളൂ. പിന്നെ ഫസ്റ്റത്തെ നോമ്പാണ്, നല്ല എനർജി, നല്ല ലോസ് ആണ് അല്ലേ. അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ സാധനം അതൊക്കെ, അതായത് റയർ 6000 കിലോമീറ്റർ സെക്കൻഡ് മാർക്കറ്റിൽ ഇല്ല. Q8 6000 കിലോമീറ്റർ ഓടിയ ഓഡി Q8 മോഡൽ പറഞ്ഞെടുക്കുക. 22 മോഡൽ. ഇത് അതിലും റയർ പോർഷെ കൈൻ കൂപ്പെ അല്ലേ, 2022 മോഡലില് 18000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2022 മോഡലില് വെറും 18000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതൊക്കെ പുത്തൻ കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ഇതൊക്കെ ലോ കിലോമീറ്റർ ആട്ടോ. ഇതൊക്കെ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലെ വണ്ടിയാണ്. അടുത്തതായി നമ്മുടെ GLE 43 AMG കൂപ്പെ, 28000 കിലോമീറ്റർ ഓടിയ 28000 മോഡലിൽ 2020 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഇതും ലോ കിലോമീറ്റർ ആണ്, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. അടുത്തതായി GLE, അതായത് GLE 250 ഡീസലില് ഒട്ടനവധി നമുക്ക് എൻക്വയറി ചെയ്യുന്ന മോഡലാണ്. 350 കുറച്ച് മെയിൻ്റെനൻസ് ആണെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ആളുകൾ ചോദിക്കും 250 ചെയ്തല്ലോ നമ്മളെ കയ്യിൽ അവൈലബിൾ ഉണ്ടോ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് വെറും 24000 കിലോമീറ്റർ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ, ഫസ്റ്റ് ഓണർഷിപ്പ് ഇല്ല. പിന്നെ GLE വേറെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. എത്ര വണ്ടി ഉണ്ട്? GLE ഏകദേശം 3 വണ്ടികൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 27 ലക്ഷം രൂപ മുതൽ GLE ഉണ്ട് സ്റ്റാർട്ടിങ്. ഏകദേശം ഒരു 55 രൂപന്റെ ഒക്കെ റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. പുതിയ സർവീസ്, പുതിയ ടയർ, കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്. അതായത് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റയർ വണ്ടി കളക്റ്റീവ് കാറാണ്, കിട്ടുമ്പോ വാങ്ങിയേക്കാം, പിന്നെ കിട്ടൂല അല്ലേ. അതേപോലെ റേഞ്ച് റോവറിന്റെ ഒരു വൻ കളക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് റേഞ്ച് റോവർ ഇവോക്കും ആണോ, വെലാറും ആണോ, സ്പോർട്ടും ആണോ, വോഗും ആണോ, അതായത് ഇപ്പൊ നിങ്ങൾ റേഞ്ച് റോവറിന്റെ വാഹനം ഉദ്ദേശിക്കുന്ന ആള് ആദ്യം കരുതുക ഇവോക്ക്, പിന്നെ വെലാറ്, പിന്നെ സ്പോർട്ട്, പിന്നെ വോഗ്. ഇനി വേറെ കാര്യം പാടെ ഹൈലൈറ്റ് പറഞ്ഞുതരാം. ഈ ഇവോക്ക് എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 11,000 കിലോമീറ്റർ. 2024 മോഡൽ സിംഗിൾ ഓണർ ഒറിജിനൽ കേരള. ഇത് 2021-22 രജിസ്ട്രേഷനിൽ വെറും 9000 കിലോമീറ്റർ ഓടിയ 9,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വെലാറ്. അടുത്തത് റേഞ്ച് റോവർ സ്പോർട്ട്. ഇതും ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വെറും 50,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള സ്പോർട്ട്. വെറും 50,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ റേഞ്ച് റോവർ സ്പോർട്ട് ഡീസലില് 3 ലിറ്റർ വെഹിക്കിൾ. സ്പോർട്ടൊക്കെ വേണ്ടവര് ഒന്നും ചിന്തിക്കണ്ട, എത്രയും പെട്ടെന്ന് വന്നു. 4 ടയർ ഇപ്പോൾ ബ്രിഡ്ജിസ്റ്റോണിന്റെ വാറന്റി ടയർ, B2B ഇൻഷുറൻസ് ഉണ്ട്, ക്ലെയിമുകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. അതെ. അടുത്തതായി മെർസിഡസിന്റെ S ക്ലാസ് S350 ഇത് നിങ്ങൾ കോടികൾ വേണ്ടി വരുന്നതായിരുന്നു. അത്ര ഒന്നും വേണ്ട, ചെറിയൊരു ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ്. കേരള രജിസ്ട്രേഷനിലാണ്. അതർ സ്റ്റേറ്റ് വണ്ടി ഇവിടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ വണ്ടിയാണ്. കേരള രജിസ്ട്രേഷൻ ചെയ്ത S ക്ലാസ് ആണ്. പിന്നെ C ക്ലാസ്സുകളാണ് ഈ കിടക്കണതൊക്കെ. ക്ലാസ് ഏകദേശം ഒരു 5 വെഹിക്കിൾ 6 വെഹിക്കിൾ സ്റ്റോക്ക് നിലവിൽ സെയിൽ ആവും ചെയ്തു.
ഇപ്പൊ ഇതൊക്കെ ഏകദേശം ഒരു 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 2020 മോഡലില് 18,000 കിലോമീറ്റർ സി ക്ലാസ് 200 പെട്രോൾ. അതേപോലെ തന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് 2024 മോഡല് 2025 രജിസ്ട്രേഷൻ വരുന്ന നിലവില് വെഹിക്കിൾ അണ്ടർ വാറണ്ടിയിലാണ്. കിലോമീറ്റർ 18,000 കിലോമീറ്റർ ഡീസൽ C220 ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഷേപ്പ്. അപ്പോൾ ഈ സി ക്ലാസ് തന്നെ നിങ്ങൾക്ക് പെട്രോളും ഉണ്ട് ഡീസലും ഉണ്ട് ഏറ്റവും മോഡൽ കൂടിയതും ഉണ്ട്. പിന്നെ അതിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ് 2019 മോഡലില് 79,000-80,000 കിലോമീറ്ററിന് അടുത്തോടി സെക്കൻഡ് ഓണർഷിപ്പ് C220 ഡീസൽ കേരള രജിസ്ട്രേഷൻ. അടുത്തത് പിന്നെ PY രജിസ്ട്രേഷനിൽ 2019 മോഡല് 2020 രജിസ്ട്രേഷനിൽ 64,000 കിലോമീറ്ററുടെ C220 ഒരു റയർ കളർ വെഹിക്കിൾ. ഇപ്പൊ അതർ സ്റ്റേറ്റ് ഇപ്പൊ ഒരു വണ്ടി മാത്രമേ സി ക്ലാസ്. ഇപ്പൊ നേരത്തെ കാണിച്ചതൊക്കെ ഒറിജിനൽ കേരളയാണ്. ഇനി BMW കളക്ഷൻ കംപ്ലീറ്റ് ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങൾ നേരെ വന്ന് ഫുൾ ഗ്യാരണ്ടി വാറന്റിയോട് കൂടി എടുക്കാൻ പറ്റിയ വണ്ടികളാണ്. നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് കസ്റ്റമർക്ക് നമുക്ക് ആ ഒരു അവിടുത്തെ കൊച്ചിയിലാകുമ്പോൾ നമുക്ക് അങ്ങനെ സൗകര്യം ഏത് ഷോറൂമിലാണെങ്കിലും അതിന്റെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി ഷോറൂമിൽ തന്നെ ചെക്ക് ചെയ്ത് നമ്മൾ വെഹിക്കിളിന്റെ ചെക്കിങ്ങിന് പകരം നമ്മൾ കൊടുക്കുന്നത് വെച്ചാല് ഫസ്റ്റ് ഒരു പ്രീമിയം ബ്രാൻഡിലേക്ക് കയറുന്ന കസ്റ്റമറെ സംബന്ധിച്ച് നെക്സ്റ്റ് സർവീസ് എത്ര വരികയെന്നൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു സർവീസിന് എത്ര വരും, അത് കഴിഞ്ഞിട്ടുള്ള സർവീസിന് എത്ര, മേജർ സർവീസ് നിലവിൽ എന്തൊക്കെ ചെയ്യാനുണ്ടോ, മേജർ സർവീസ് എന്ന് കഴിഞ്ഞാൽ അവരെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ കഴിയും. അവരെ കൊണ്ട് കഴിയൂലെന്ന് തന്നെ അവിടെ തന്നെ നമുക്ക് മാറ്റി അടുത്ത വണ്ടിക്ക് പറഞ്ഞു കൊടുക്കാം. എസ് ക്ലാസിന്റെ മെയിൻ്റെനൻസും സി ക്ലാസിന്റെ മെയിൻ്റെനൻസും ഒരുപാട് വ്യത്യാസമുണ്ട്. കാണാനൊക്കെ ബെൻസ് തന്നെയാണ്. അപ്പൊ അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇവിടെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു ഇത് കൊടുക്കും. നമുക്ക് അതിന്റെ ഓതറൈസ്ഡ് ഷോറൂമിന് ചെയ്യാം. ഇനി BMW-ന്റെ 2 സീരീസ് 3 സീരീസ് 620D GT 630i GT ഏകദേശം ഒരു കിലോമീറ്റർ ഒരു 50,000 താഴെ ഓടിയ വെഹിക്കിളാണ് ഇപ്പൊ ഈ കിടക്കണതൊക്കെ. ഒരു 40,000 കിലോമീറ്റർ 60,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ കേരള ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ മാക്സ്. അതെ. അടുത്തതായി F-Pace ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ GLE ഉണ്ട്. GLE 350 ഉണ്ട്, വേറെ 250 ഉണ്ട്, വേറെ 350 താഴത്തുണ്ട്. നമ്മൾ നേരെ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചോ. വലിയൊരു കളക്ഷൻ നമുക്ക് താഴെ കിടക്കുന്നുണ്ട് അല്ലെ. GLS ഉണ്ട്, GL ഉണ്ട്, ഈ ക്ലാസ്സിൽ 220 ഉണ്ട്, ഓഡിയിൽ ഉണ്ട്, പിന്നെ വേറൊരു സി ക്ലാസ് ഉണ്ട്, അതേപോലെ മിനി കൂപ്പർ ഉണ്ട്, അതേപോലെ 5 സീരീസുകൾ, ഒട്ടനവധി കളക്ഷൻസുകളെ കാണിക്കാം. ഇനി നമ്മൾക്ക് പുതിയത് ഈ ക്ലാസ് പുതിയ ന്യൂ ഷേപ്പ് 5 സീരീസ് ഒക്കെ കളക്ഷനിൽ കയറാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നതാണ്. നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലെ വണ്ടികളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വണ്ടി കാണിക്കാണ്ട്, സ്പെഷ്യൽ വണ്ടികൾ താഴെ കിടക്കുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കംപ്ലീറ്റ് വെഹിക്കിൾ, അതായത് ODQ8 മുതൽ ഇങ്ങനെ പോരുമ്പോൾ കംപ്ലീറ്റ് പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു എപ്പിസോഡ് കമ്മിങ് സൂൺ ആണ്. അതായത് വിലയും ഡീറ്റെയിൽസും അതിന്റെ സ്പെക്കും അതിന്റെ മൈലേജും. നമ്മളൊരു വണ്ടിന്റെ പ്രൈസ് മാത്രം പറയുന്നതിൽ അർത്ഥമല്ല. അത് കുറെ ആൾക്കാർ പല രീതിയിലും ചിന്തിക്കണം. നമ്മൾ വില മാത്രം ഉദാഹരണം പറയാൻ ഇപ്പൊ കേൻകൂപ്പ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കേൻകൂപ്പ് ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ ഏകദേശം ഓരോ വെഹിക്കിൾ ഇറക്കുമ്പോൾ നമുക്ക് സ്പെക്ക് ചെയ്യാം, നമുക്ക് നമ്മളതായ രീതിയിൽ സ്പെക്ക് ചെയ്യാം. അപ്പൊ ഓരോ ഫംഗ്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഏകദേശം 5 ലക്ഷം 6 ലക്ഷം രൂപയുടെ മാറ്റം വരും. അത് നമ്മൾ പ്രൈസ് പറയുമ്പോൾ കംപ്ലീറ്റ് പറയണം. അത് പെട്രോൾ ആണോ ഡീസൽ ആണോ, അതിന്റെ ഓണർഷിപ്പ് എന്ത്, കിലോമീറ്റർ എന്ത്, കംപ്ലീറ്റ് കാര്യങ്ങൾ. ഇപ്പൊ ഇത്രയും വണ്ടികളൊക്കെ നമ്മളത് സ്റ്റോക്ക് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓരോ വണ്ടിൻ്റെതായിട്ടും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഷോറൂമിനകത്ത് ഇല്ലാത്ത വണ്ടികളാണെങ്കിലും ഏത് ബ്രാൻഡാണ് നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാൻ പറ്റും. ചോയ്സ് ചെയ്യാൻ വണ്ടികൾ നമുക്ക് നമ്മളെ ലിസ്റ്റിലുള്ള വണ്ടികളുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ കൊടുത്ത കസ്റ്റമറേറ്റിലെ വണ്ടികളുണ്ട്. പിന്നെ നമുക്ക് വണ്ടി വിൽക്കാണ്ടാണ് ലിസ്റ്റ് തന്നവരുണ്ട് അല്ലേ. ഇനി വണ്ടികൾ പുറത്തുണ്ട്. ഇപ്പൊ ഉള്ളിൽ കയറ്റാൻ വേണ്ടിട്ട് ഞങ്ങള് സർവീസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓഫർ പ്രൈസിൽ ഒരു 45 ലാഖിന്റെ ഉള്ളിലൊക്കെ ലാൻഡ് ക്രൂസർ വേണ്ടവർക്ക് 2 വണ്ടി ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അതേപോലെ BMW X5 ഉണ്ട്. ഇതൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്കിങ്ങനെ പിന്നെ വീഡിയോസ് വണ്ടിന്റെ ഇറക്കാൻ കഴിഞ്ഞിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും അധികം വെഹിക്കിളും കൂടി റയർ കളക്ഷനിൽ വരുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം, നമ്മൾ കുറച്ചായിട്ട് വണ്ടിന്റെ വീഡിയോസേ ഇല്ല. ഇനി നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. നമ്മുടെ ജോബ് വേക്കൻസിന്റെ കാര്യങ്ങൾ, നമ്മൾ ഷോറൂം ഓപ്പൺ ആയ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചിട്ടില്ലേ ഒരു വീഡിയോയുമായി ഇതുപോലത്തെ വെഹിക്കിൾ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ കൊടുത്തിട്ടുണ്ട് നമ്പർ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ഈ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.
ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വിളിച്ചാൽ ഏത് കസ്റ്റമർക്കും ഏറ്റവും സെഡ് ഡീറ്റെയിൽസ് പെട്ടെന്ന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. താങ്ക് യു.